ഒരു 10-13 ലിറ്റർ ഫ്യൂവൽ ടാങ്കുള്ള ഒരു വാഹനം, പ്രത്യേകിച്ച് ഒരു 125 cc ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 60-65 കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഫ്യൂവലിൻ്റെ എക്സ്പെൻസ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ വരുന്ന ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10-14 രൂപ വരെയാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ വാഹനം 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് വെറും 1 രൂപയും 5 പൈസയും ഒക്കെ ആയിരിക്കും എന്നതാണ്. അതാണ് ലോകത്തിലെ ആദ്യത്തെ CNG 2-വീലറായിട്ടുള്ള ബജാജ് ഫ്രീഡം എന്ന് പറയുന്ന മോഡൽ. നമ്മളിപ്പോൾ ഉള്ളത് പൂനെയിലാണ്, ബജാജിൻ്റെ പ്ലാന്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. ബജാജ് ഫ്രീഡം എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലോകത്തിലെ ആദ്യത്തെ CNG 2-വീലറാണ്, അത് ഇന്ത്യയിലാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വാഹനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ CNG ആണ്. പക്ഷേ അതോടൊപ്പം തന്നെ 5 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇവരിതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഒന്ന്, ഒരു കണ്ടംപററി ഡിസൈൻ പാക്കേജ്. രണ്ടാമത്തത്, ധാരാളം ടെക് ഫീച്ചറുകളുണ്ട്. മൂന്നാമത്തൊരു കാര്യം, ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സീറ്റുകളാണ്. നാലാമത്തത്, റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം. അതേപോലെ തന്നെ ലിങ്ക്ഡ് മോണോഷോക്ക് സസ്പെൻഷൻ. ഇങ്ങനെ തുടങ്ങിയിട്ട് 5 കാര്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നതാണ്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കിയാലോ. ആദ്യത്തെ ഒരു കാര്യം കണ്ടംപററി ഡിസൈൻ എന്നുള്ളതാണ്. നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ പാക്കേജ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഒരു വാഹനത്തിനോട് വളരെ പെട്ടെന്ന് സാദൃശ്യവും തോന്നുന്നുണ്ട്. ആ വാഹനം ഏതാണെന്ന് തോന്നിയവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഒരു വാഹനത്തെ കാണുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഡിസൈൻ വരും, അത് കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഫ്രീഡം എന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ഫ്രീഡം എന്നാണ് പേര്. ഈ ഒരു സസ്പെൻഷൻ്റെ ഭാഗമൊക്കെ കുറച്ചും കൂടി ഒരു കണ്ടംപററി സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ പാറ്റേൺ ഒക്കെ കൊടുത്തേക്കുന്ന ഈ ഒരു ഏരിയയിൽ നമ്മളങ്ങനെ സാധാരണ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു ഡിസൈൻ എലമെൻറ്റാണ് വരുന്നത്. LED ഹെഡ് ലാമ്പുകളാണ് വരുന്നത്. അതൊരു റൗണ്ട് ഷേപ്പ് അല്ല, ശരിക്കും ഒരു ഹെക്സഗൺ എന്നൊക്കെ പറയില്ല, ആ ഒരു സ്റ്റൈൽ ഓഫ് പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു ഭാഗം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ വീൽസുകൾ കാണാം. ശരിക്കും ഡിസ്ക് ബ്രേക്കായിട്ടും ഡ്രം ബ്രേക്കായിട്ടും അവൈലബിൾ ഉണ്ട്. ബാക്കിൽ തൈരട്ടോ, ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. അതിൻ്റെ ഡിസ്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കാണാം. നല്ല രസമുള്ള അലോയ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു സിൽവർ ടച്ചും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഇത് പല കളറുകളിൽ, ശരിക്കും 7 കളർ ടോണുകൾ അവൈലബിൾ ആണ്. റെഡ്, ബ്ലൂ, അങ്ങനെ കുറഞ്ഞിട്ട് ഗ്രേ കളർ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടോ ഈ ഒരു പാറ്റേൺ, ഇതൊക്കെ ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ്സിൻ്റെ ഭാഗമാണ് എന്ന് എടുത്ത് പറയാം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഒരു ആനിമലിറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫാമിലീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കണം എന്നുള്ളതാണ്. ഈ പ്ലാസ്റ്റിക് കളറിനകത്തൊക്കെ ഇതിൻ്റെ ടോൺ നല്ല രസമുള്ളൊരു ടോണാണ്. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഇവിടെ കാണാം, കുറച്ച് അപ്ലിഫ്റ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടി തട്ടുന്ന പ്രശ്നങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ലിങ്ക്ഡ് മോണോസോക്ക് സസ്പെൻഷൻ ആണെന്നുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ ഷേക്ക് ചെയ്ത് നോക്കുന്ന സമയത്തൊക്കെ ഒരു സോഫ്റ്റ്നെസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേരിയൻറ്റ് ശരിക്കും ഡ്രം ബ്രേക്കാണ്. അതുകൊണ്ട് തന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ എലമെൻറ്റുകളോ കാര്യങ്ങളൊന്നും അവിടെ കാണാനില്ല എന്നുള്ളതാണ്. CNG എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗാർഡും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഹാലജനായിട്ടാണ് കൊടുത്തത്. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. സാരി ഗാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. മറ്റൊരു കാര്യം ഇവിടെ നോക്കിയാൽ ഒരു ഹുക്ക് പോലെ എനിക്ക് തോന്നുന്നു സാധനങ്ങളൊക്കെ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം സീറ്റ് വളരെ വലുതാണ്. മറ്റൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോങ്ങസ്റ്റ് സീറ്റ് എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു സീറ്റ് 2 ആൾക്കല്ല, അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്രയും വിശാലമായിട്ടുള്ള സീറ്റ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ. അത്രയും വലിയ സീറ്റാണ്. അപ്പം ഇതിനകത്ത് കയറി ഇരിക്കുന്ന സമയത്തുള്ള ഫീലുകളും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അത്യാവശ്യം കംഫർട്ടബിളാണ്, കുഴപ്പമൊന്നുമില്ല. സീറ്റ് ഹൈറ്റൊക്കെ കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ കുറച്ച് നീളമുള്ള ആളായതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. അത് എൻ്റെ മാത്രം പ്രശ്നമാണ്, എല്ലാവർക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നൈസ്. അപ്പോൾ ഇതാണ് ഡിസൈൻ എലമെൻറ്റിനെ കുറിച്ചും സീറ്റിനെ കുറിച്ചും സസ്പെൻഷനെ കുറിച്ചും പറയാനുള്ളത്. ഇനി നമുക്ക് എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം. എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 125 cc ഹൈബ്രിഡ് എഞ്ചിനാണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് CNGയും അതുപോലെ തന്നെ പെട്രോളുമാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് രണ്ടും ഓൺ ദ ഗോ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ കാണിക്കാം ഹാൻഡിൽ ബാർ കാണിക്കുന്ന സമയത്ത്. മറ്റൊരു കാര്യം, 9.5 PS പവറും 9.7 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. 330 കിലോമീറ്റർ ഒറ്റ തവണ ഇത് രണ്ടും ഫുൾ ടാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അതായത് ഒറ്റ തവണ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് CNG ഫില്ല് ചെയ്യണം, പെട്രോളും ഫില്ല് ചെയ്യണം. 2 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്കും 2 ലിറ്ററിൻ്റെ CNG ടാങ്കുമാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. എനിക്ക് തോന്നുന്നു CNG ഇപ്പോൾ ഏകദേശം ഒരു 85ഒക്കെയാണ് റേറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 190. അതുപോലെ തന്നെ പെട്രോളിൻ്റെ പ്രൈസ് 110 കൂട്ടിക്കോളൂ, അങ്ങനെയാണെങ്കിൽ 210. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ, അതായത് ഏകദേശം ഒരു 300-400 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 330 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ പറ്റും എന്ന് അങ്ങനെ കാൽക്കുലേറ്റ്
പറയുന്ന സമയത്ത് 1.5 റുപ്പീസിൻ്റെ താഴെയാണ് നമുക്ക് 1 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ദൂരം വരിക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 13 രൂപ എന്ന് പറയുന്നത് സാധാരണ പെട്രോൾ വാഹനത്തിനകത്താണ്. അത് നിങ്ങളുടെ വാഹനം വെച്ച് നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ എത്രമാത്രം വ്യത്യാസം വരുന്നുണ്ട്. കമ്പനി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 5 വർഷം ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ 75,000 മുതൽ 1 ലക്ഷം രൂപ വരെയൊക്കെ ലാഭം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബൈക്കിൻ്റെ പ്രൈസ് ലാഭമായി 5 വർഷം കൊണ്ട് എന്നാണ്. അപ്പോൾ എത്രയാണ് ഈ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 വേരിയൻറ്റുകളായിട്ട് അവൈലബിൾ ഉണ്ട്. ഡിസ്ക് ബ്രേക്ക്, ഡ്രം ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ LCD ഉള്ളത്, LCD ഇല്ലാത്തത്. അങ്ങനെ വരുന്ന സമയത്ത് LCD ഇല്ലാത്ത ഡ്രം ബ്രേക്കഡ് ആയിട്ടുള്ള വാഹനത്തിന്, അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ പ്രൈസ് 95,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ്. അത് ഡ്രം ബ്രേക്ക് മാറി ഡിസ്ക് ബ്രേക്ക് വരുന്ന സമയത്ത് 1,05,000 രൂപയും ഫുൾ ഡിസ്ക് ബ്രേക്കും LCD കൂടി വരുന്ന സമയത്ത് 1,10,000 രൂപയുമാണ് ഇതിന് വില വരുന്നത്. ഇതെല്ലാം എക്സ്-ഷോറൂം പ്രൈസാണ്. നമ്മൾ പറഞ്ഞു ഇതൊരു CNG വാഹനമാണ് എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടായിരിക്കും, ഇതിൻ്റെ CNG കിറ്റ് എവിടെയാണ് വെച്ചേക്കണമെന്നുള്ളത്. കാരണം പ്രത്യക്ഷത്തിൽ നമുക്ക് എവിടെയും അത് വിസിബിൾ അല്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നിതിൻ ഗഡ്കരി ആയിരുന്നു, യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള നിതിൻ ഗഡ്കരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം അതായിരുന്നു, ഇതിന് CNG കിറ്റ് എവിടെയാണ് വെച്ചേക്കണമെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഡയലോഗ് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു എന്നതാണ്. ശരിക്കും ഇതിൻ്റെ CNG കിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് കറക്റ്റ് പ്ലേസ് ചെയ്തേക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് സീറ്റ് ഇവിടെ റിമൂവ് ചെയ്യാം. താഴെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ റിമൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞാലും നമുക്കിത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു 2 ലിറ്ററിൻ്റെ CNG കിറ്റാണ്. 1 ലിറ്റർ ഉപയോഗിച്ച് നമുക്ക് 102 മുതൽ 105 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് 85 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 105 കിലോമീറ്റർ ദൂരം ഇത് വെച്ച് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് റിമൂവ് ചെയ്യാം, ഇയർലി ടെസ്റ്റിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ നെട്ടും ബോൾട്ടും ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തേക്കണം എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, ലോങ്ങസ്റ്റ് സീറ്റാണെന്ന് പറഞ്ഞു. ഈ സീറ്റ് ഇത്രയും ലെങ്ത്തിലേക്ക് വരാനുണ്ടായ ഒരു കാരണവും CNG കിറ്റ് അവിടെ പ്ലേസ് ചെയ്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ ഇതിന് കൊണ്ടുവന്നതെന്നുള്ളത്. കാരണം ഇതിങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല സേഫ്റ്റി ടെസ്റ്റുകൾ, 11 സേഫ്റ്റി ടെസ്റ്റുകൾ ഇവരിത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ ഒരു ട്രക്കൊക്കെ കയറുന്ന ഒരു വീഡിയോ ഒക്കെ ഇവർ കാണിച്ചിട്ടായിരുന്നു. അങ്ങനെ കയറിയിട്ട് പോലും ടാങ്ക് മിസ്പ്ലേസ് ആവുകയോ ലീക്ക് വരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കമ്പനി അവകാശപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അതേപോലെ ഇവിടെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. CNG ഫില്ല് ചെയ്യാനുള്ള ഭാഗം ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഇത് പെട്രോൾ, ഇത് CNG. ഇത് രണ്ടും നമുക്ക് ഫില്ല് ചെയ്യാം. രണ്ടും 2 ലിറ്ററിൻ്റെ ടാങ്ക് വീതമാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഹാൻഡിൽ ബാറിലേക്ക് വരാം. ഹാൻഡിൽ ബാർ ആദ്യം നമ്മൾ ഇരുന്നിട്ട് പൊസിഷനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. എനിക്ക് വളരെ പെട്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു വണ്ടിയുടെ ആ ഒരു സ്റ്റൈൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ വണ്ടി ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഓക്കെ, ഇനി ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ യൂണിറ്റ് കാണാം. ലെറ്റസ് റൈഡ്. ഓക്കെ, സൈഡ് സ്റ്റാൻഡ് ഇനാബിൾ ആണ്. അതുപോലെ തന്നെ ഗിയറിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. CNGയുടെ ടാങ്ക് ഇവിടെ കാണിക്കുന്നു, ഫുള്ളാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബട്ടൺ, സ്വിച്ച് ഓൺ ദ ഗോ. അതായത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ വാഹനത്തിന് 2 ഫ്യൂവലിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നൈസ്. ഇത് പാസ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ്, അതുപോലെ ഇഗ്നീഷൻ. ഇനി ഞാനിതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും കൂടി ഒന്ന് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. റെഡി? അപ്പോൾ ഇതാണ് എക്സോസ്റ്റ് നോട്ട്. സാധാരണ പോലെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ബജാജിൻ്റെ ഫ്രീഡം എന്ന് പറയുന്ന മോഡൽ. ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫ്യൂവലിനെ കുറിച്ച് സംസാരിച്ചു, ഫ്യൂവൽ എഫിഷ്യൻസിനെ കുറിച്ച് സംസാരിച്ചു, ഡിസൈൻ എലമെൻറ്റുകളെ കുറിച്ച് സംസാരിച്ചു. അതിനൊരു ക്ലൂ നമ്മൾ പറഞ്ഞ് ഏത് മോഡലാണെന്ന് കമൻറ്റിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. നിലവിൽ നമ്മളിത് റൈഡ് ചെയ്തിട്ടില്ല. റൈഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ പിന്നീട് കിട്ടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നിരുന്നു കഴിഞ്ഞാലും ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ഡേ ആണെന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ടൊരു CNG ബൈക്ക് ഇറങ്ങുന്നു, അതും ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇറക്കുന്നു. അപ്പോൾ ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്കും അഭിമാനമുള്ളൊരു കാര്യമാണ് അല്ലേ. ലൈക്ക് പ്രൗഡ് ഇന്ത്യൻസ്, മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന സമയത്ത് അതും വളരെ വലിയൊരു നാഴികക്കല്ലായിട്ട് നമുക്ക് എടുത്തു പറയാം. ഒരുപാട് കാലം വാഹന വിപണിയിൽ ഉണ്ടാവട്ടെ, ഒരുപാട് ആളുകളെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യത്തെ ഹൈലൈറ്റ് ചെയ്യാൻ ഇത് സഹായിക്കട്ടെ. പ്രൈസ് വൈസ് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡൽ എന്ന് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഡിസൈൻ ക്ലൂവിനെ കുറിച്ച് പറയേണ്ടത് നിങ്ങളാണ്. ആ കമൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.